നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിറങ്ങളിലൂടെ ഒരു പ്രകൃതി സംരക്ഷണ സമരം. ശ്രീരാജ് താന്യത്തിന്റെ ചിത്ര പ്രദർശനം താന്യം കറുത്തുള്ളിക്കളരിയിൽ മെയ് അവസാനം വരെ തുടരും. മതിലകത്ത് നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. തളിക്കുളം ICDSൽ നിന്നും വിരമിക്കുന്ന 24 അംഗനവാടി പ്രവർത്തകരെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. യാത്രകളും കാഴ്ചകളും പ്രകൃതിയോടുള്ള കരുതലും ചായക്കൂട്ടുകളായി മാറിയപ്പോൾ പിറന്നത് 100-ലധികം വിസ്മയ ചിത്രങ്ങൾ. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീരാജ് താന്യം തൻ്റെ 5 വർഷത്തെ കലാസബരിയുടെ പ്രദർശനം സ്വന്തം തറവാടായ കറുത്തുള്ളിക്കളരിയിൽ ഒരുക്കിയിരിക്കുകയാണ്. തൃശൂർ താന്യത്തെ തറവാട് വീട് ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയായി മാറിയിരിക്കുന്നു. താന്യം ആർട്ട് ഗാലറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇടം ശ്രീരാജ് താന്യം എന്ന കലാകാരൻ്റെ 5 വർഷത്തെ യാത്രകളുടെ പരിസമാപ്തിയാണ്. വീടിനുള്ളിലെ ചുവരുകളിലും മുറ്റത്തുമായി 100-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ശ്രീരാജിൻ്റെ ഓരോ ചിത്രവും സംസാരിക്കുന്നത്. വെറുമൊരു കലാസൃഷ്ടി എന്നതിലുപരി പ്രകൃതി നശീകരണത്തിനെതിരായ ഒരു പോരാട്ടം കൂടിയാണ് തൻ്റെ ഓരോ വരയുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ പ്രകൃതി സംരക്ഷണം ഒക്കെ ആയിട്ടുള്ള എക്കോസേപ്പിയൻ പെയിൻറ്റിങ്സ് എന്ന് ഞാൻ പറയണത്, അത് പ്രകൃതിയിലെ നന്നായിട്ട് വിവേകത്തോടു കൂടിയിട്ട് നമ്മൾ തന്നെ പ്രകൃതിയാണ്. അപ്പോൾ അത്രയും സൂക്ഷിച്ചും സംരക്ഷിക്കണം. പ്രകൃതി ഞാനും നെയ്യൊക്കെ ഒന്നാണെന്നുള്ള സങ്കല്പത്തിലുള്ള പെയിൻറ്റിങ്സാണ്. ഇതും കൊണ്ട് ഞാനിപ്പോൾ 20 ശേഷം ഇങ്ങനെ ഇപ്പോൾ 26 ആയില്ലേ, 6 വർഷമായിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കാശ്മീർ തൊട്ട് ഏകദേശം നമ്മുടെ കന്യാകുമാരി വരെയുള്ള കോളേജസ്, യൂണിവേഴ്സിറ്റി, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടെയൊക്കെ കാണിച്ച്, പിന്നെ ഇങ്ങനെ കുട്ടികളും അധ്യാപകരൊക്കെ ആയിട്ട് സംസാരിച്ച്, നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ സുഖമായിട്ട് തന്നെ പോണ യാത്രകളിലുണ്ടായിട്ടുള്ള എൻ്റെ കാട്ടിലേക്കുള്ള പണ്ടത്തെ യാത്രകളിലൊക്കെ ഒരു ഇമ്പാക്റ്റാണ് ഈ സാധനങ്ങളെന്ന് തോന്നുന്നു. അത് തന്നെ ഞാൻ അങ്ങനെ ബോധപൂർവം പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രങ്ങളും വരച്ചിട്ടില്ലേ. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയി പോണതാണ്. ഒറ്റ ചിത്രങ്ങളും എൻ്റെ തലയിൽ കണ്ടിട്ട് പിന്നെ അത് ക്യാൻവാസിലിരിക്കുന്നല്ലേ. പക്ഷെ കാടിൽ നിന്നൊക്കെ വന്നിട്ട് കാട്ടിലും മേട്ടിലൊക്കെ സഞ്ചരിച്ച് വന്ന് ഗുഹകളിലൊക്കെ കിടന്ന് വന്നിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം തന്നെ വരുന്നതാണ്. ഞാൻ ബോധപൂർവം ചെയ്തിട്ടൊരു പരിപാടിയില്ല. ഇതിൽ ട്രിവാൻഡ്രത്തിന് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ തറവാടാണ്, കറുത്തുള്ളിക്കളരി തറവാടാണ്. ഇതിപ്പോ ആരുമില്ല ഇവിടെ. ഇതിപ്പോ ഈ പടങ്ങള് സെയിലിങ്ങും നമ്മളിങ്ങനെ വിൽക്കാന്നുള്ള പരിപാടി ഇതിലില്ല. ഇതെല്ലാം ഇങ്ങനെ സ്നേഹമുള്ളവർക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയില്ല. അതുണ്ടെങ്കിൽ പെയിന്റിങ്ങുകൾ കാണണം ആൾക്കാർ, അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. ഇതിപ്പോ ഒരു മാസത്തെ പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും, കാസർഗോഡേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യണം, ഷിഫ്റ്റിംഗ്. വർഷങ്ങളായുള്ള തൻ്റെ യാത്രകളിലെ കാഴ്ചകളാണ് ഈ നിറങ്ങളിലുള്ളത്. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന സന്ദേശത്തോടൊപ്പം വരയിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തിയും സൗഹൃദവുമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഈ കലാകാരൻ പറയുന്നത്. പെയിന്റിങ്സ് കാണിച്ചിട്ട് എനിക്ക് അവരോട് ഈ പ്രകൃതിയെയും സ്നേഹത്തിനെയും മനുഷ്യത്വത്തിനെയും കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഈ പെയിന്റിങ് കാരനാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ദീസ് ആർ മൈ പാസ്പോർട്ട് ആണ്. ഇതില്ലെങ്കിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, കോളേജിലേക്കോ സ്കൂളിലേക്കൊന്നും കയറാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഇപ്പോൾ ഇതൊരു എമർജൻസിയാണ്. മനുഷ്യൻ നശിപ്പിക്കണം പ്രകൃതി തന്നെ, മനുഷ്യനെ തന്നെ നശിപ്പിക്കുക. അവനൊരു രോഗിയാവുക, അതേപോലെ തന്നെ പ്രകൃതിനെ രോഗിയാക്കുക. അവൻ്റെ ആക്രാന്തം, ഗ്രീഡ് എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഇത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. അങ്ങനത്തെ സ്വഭാവം വരുമ്പോൾ പ്രകൃതിയിൽ നശിപ്പിക്കുക. അതിൻ്റെ ഒപ്പം യുദ്ധങ്ങളും സംഭവങ്ങളും ഇതുപോലത്തെ ബിസിനസ് സംഭവങ്ങളെല്ലാം ഒരു സമാധാനത്തിൻ്റെ ഒക്കെ ഇല്ലാണ്ടാവുക. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടുള്ള ഒരു ലവ്, ബ്യൂട്ടി, ഇതൊക്കെയാണ് നമ്മുടെ
വാക്കുകൾ, ചിത്രങ്ങളും അതന്നെ പറയുന്നതാണ്. 2020 ദി ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായി വിരമിച്ച ശേഷമാണ് ശ്രീരാജ് മുഴുവൻ സമയ ചിത്രരചനയിലേക്ക് തിരിഞ്ഞത്. ശില്പി കാനായി കുഞ്ഞിരാമന്റെ ശിഷ്യനായ ഇദ്ദേഹം തിരുവനന്തപുരം മുതൽ ശ്രീനഗറിലെ ലാൽ ചൗക്ക് വരെ ഇന്ത്യയിലുടനീളം തന്റെ ചിത്രങ്ങളുമായി സഞ്ചരിച്ചു. ആദിവാസി ഊരുകളും തെരുവുകളും കലാലയങ്ങളും ശ്രീരാജിന്റെ ക്യാൻവാസുകൾക്ക് വേദിയായിട്ടുണ്ട്. യാത്രകൾക്ക് താൽക്കാലിക വിരാമമിട്ടാണ് ഇപ്പോൾ സ്വന്തം ഗ്രാമത്തിൽ ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മെയ് അവസാനം വരെ താന്യം കറുത്തുള്ളിക്കളരിയിൽ ഈ കലാവിരുന്ന് തുടരും. കയ്പമംഗലം കല്ലയിൽ ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് രക്ഷസിനും ഭഗവതിക്കും പൂജ, നവക പഞ്ചഗവ്യാദി കലശപൂജ, കലശാഭിഷേകം, മുത്തപ്പന് രൂപക്കളം, സർവൈശ്വര്യ പൂജ, ഭഗവതി സേവ, താലം വരവ്, കലശം, കലാപരിപാടികൾ, നായാടി സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ്, പ്രമോദ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK നാരായണൻ, വേണു കല്ലയിൽ, സുബ്രഹ്മണ്യൻ കല്ലയിൽ, സുരേഷ് കല്ലയിൽ എന്നിവർ നേതൃത്വം നൽകി. സമൂഹത്തിന്റെ അവഗണനയും തെരുവ് ജീവിതത്തിന്റെ ദുരിതങ്ങളും അനുഭവിച്ച നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. മതിലകം പൊക്ലായിൽ താമസിച്ചിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മുൻ MLA E.T. ടൈസൺ മാസ്റ്ററിന്റെ ഇടപെടൽ മൂലം മതിലകം ഗ്രാമപഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും കൈകോർത്തതോടെയാണ് ഈ കുടുംബങ്ങൾക്കായി വീടുകൾ ഉയരുന്നത്. ഓരോ കുടുംബത്തിനും വീടിനും സ്ഥലത്തിനുമായി 6 ലക്ഷം രൂപ വീതം മതിലകം പഞ്ചായത്തിലൂടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. പരിമിതമായ തുകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷനു വേണ്ടി മതിലകം പുന്നക്ക ബസാർ വൈപ്പിപ്പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 5 വീടുകളുടെയും തറക്കല്ലിടൽ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മാള ഏരിയ കോർഡിനേറ്റർ KM നാസർ മാസ്റ്റർ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസിദ്ധ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ചിഞ്ചു അനീഷ്, ഹസീന ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നീതി സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. നിയുക്ത മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ വിഭവ വികസനമാണ് ശരിയായ വികസനം എന്ന് ലോകം പതുക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂലധനാധിഷ്ഠിതമായ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ളതാണ് വികസനമെന്ന് പൊതുവിലൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി എന്ന് മനുഷ്യ വിഭവ വികസനത്തിന് ഊന്നൽ നൽകുകയും വികസിപ്പിക്കപ്പെട്ട മനുഷ്യ വിഭവത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് അമർത്യാസേനൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ലോകം തിരിച്ചറിയുക. അതുകൊണ്ട് മനുഷ്യ വിഭവ വികസനമാണ് യഥാർത്ഥ വികസനം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ. ആ ലക്ഷ്യത്തിൽ സഹകരണ ബാങ്ക് പ്രവർത്തിക്കുമ്പോൾ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ ഇടപെടുന്നതാണ് ശരി. കാർഷിക മേഖലയിൽ ഇടപെടുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം പ്രധാനപ്പെട്ടതാണ് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ, മനുഷ്യ വിഭവം വാർത്തെടുക്കുന്നതിൽ ഇടപെടുക എന്ന്.
റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ എസ് കിരൺ, പ്രിൻസിപ്പൽ വി ബി സജിത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ടി പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൌമി പ്രസാദ്, ഐഷ ബി മുഹമ്മദ്, കെ കെ അജിത്കുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ ഹരി, ഷീബ സതീഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഹരിലാൽ മാണിയത്ത്, ഡോക്ടർ കെ ബി സജു, മുസ്തഫ കമാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഷീന വിശ്വൻ, അബ്ദുൾ സമദ്, എം യു ഉമറുൽ ഫാറൂഖ്, ഷൈന ജയപ്രകാശ്, സി ഡി എസ് ചെയർപേഴ്സൺ സുബൈദ അബ്ദുൽ ജബ്ബാർ, എ വി പ്രദീപ് ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ്, ഡയറക്ടർ ബി എസ് ജോത്സന എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി പഠന ഉപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വലപ്പാട്, പെരിഞ്ഞനം, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് ICDS തളിക്കുളത്ത് നിന്നും വിരമിക്കുന്ന 24 അംഗനവാടി പ്രവർത്തകർക്ക് ആദരവും ഉപഹാര സമർപ്പണവും നടത്തി. കൂടാതെ വനിതാ ശിശു വികസന വകുപ്പ് മികച്ച പ്രവർത്തകർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വാടാനപ്പള്ളി പഞ്ചായത്ത് 25ാം നമ്പർ അംഗനവാടി വർക്കർക്കും ഹെൽപ്പർക്കുമുള്ള അനുമോദനവും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. ബ്ലോക്ക് ചേറ്റുവ ഡിവിഷൻ മെമ്പർ ഇർഷാദ് ചേറ്റുവ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത PA, ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ അംഗം അമൽ T. പ്രേമൻ, ബ്ലോക്ക് മെമ്പർമാരായ സന്തോഷ് കേരച്ചൻ, KB സുധ, ഹസീന താജു, ഷൈന മുഹമ്മദ്, TP സോമൻ, ഷോല മഹേഷ്, ഷാമില സലീം, താര ബാബു, അജ്മൽ ഷെരീഫ്, രാജിഷ ശിവജി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS റിജികുമാർ, ശുഭ നാരായണൻ എന്നിവർ സംസാരിച്ചു. ഈ കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും കരുതലും അതുപോലെ ആദ്യ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ്, അതുപോലെ അവരുടെ പരിചരണത്തിനായി കൂടെ നിൽക്കുന്ന ഹെൽപ്പേഴ്സ്, അവരുടെ സേവനത്തിനുള്ള ഒരു ആദരവാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ഇനിയും നല്ല സന്തോഷത്തോടെ ഇനിയുള്ള ജീവിതവും തുടർന്ന് പോകട്ടെ എന്നും, അതുപോലെ ICDSൽ നിന്നും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് കിട്ടിയ വാടാനപ്പള്ളി 25ാം നമ്പർ അംഗൻവാടി ടീച്ചർ ഷീജ ടീച്ചർ, അവിടുത്തെ ഹെൽപ്പറായ സുബി ചേച്ചി, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട VD സതീശനെ അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്ന് പീടികയിൽ നടത്തിയ പ്രകടനത്തിന് മണി കാവുങ്ങൽ, PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, KK സക്കരിയ, PK നജുമുദ്ദീൻ, KK അഫ്സൽ, ഷെഫീഖ് EA, PA ഗഫൂർ, മണി ഉല്ലാസ്, ഫാത്തിമ അനസ്, സന്ധ്യ രവീന്ദ്രൻ, നാസർ ചെളിങ്ങാട്, ഖാദിർ ചൂലുകാരൻ, അലി PM, സുഹൈൽ PS, ജാബിർ VB, ജിംനൂബ്, ഫൈസൽ ബീരു, അമീർ അലി OA തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട VD സതീശന് അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ താന്യം വടക്ക് മേഖല ആഹ്ലാദ പ്രകടനം നടത്തി. അഭിവാദ്യങ്ങൾ 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 VD സതീശന് അഭിവാദ്യങ്ങൾ VD സതീശന് അഭിവാദ്യങ്ങൾ VD സതീശന് അഭിവാദ്യങ്ങൾ VD സതീശന് അഭിവാദ്യങ്ങൾ കേരള ജനതയുടെ അഭിവാദ്യങ്ങൾ കേരള ജനതയുടെ അഭിവാദ്യങ്ങൾ കേരള ജനതയുടെ അഭിവാദ്യങ്ങൾ കേരള ജനതയുടെ അഭിവാദ്യങ്ങൾ. ചെമ്മാപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വാളമുക്ക് വരെ പ്രകടനവും മധുരവും പ്രവർത്തകർ നൽകി ആഹ്ലാദ പ്രകടനം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ, നാട്ടിക നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നിസാർ കുമ്മങ്കണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ പക്വാഡ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
കുട്ടികളിലെ വളർച്ചാ നിരീക്ഷണം, കുട്ടികളിലെ വികസന പോരായ്മകൾ കണ്ടെത്തൽ എന്നിവയായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. കയ്പമംഗലം പ്രിയദർശിനി ഹാളിൽ നടന്ന ക്യാമ്പയിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ്, RSBK നഴ്സ് ആശ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗനവാടികളിലെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചത്. കർഷക സംഘം എടത്തിരുത്തി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അർക്കപ്പറമ്പിലിന്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തിരുത്തി കൊല്ലാറ സെന്ററിന് കിഴക്ക് ഏങ്ങൂർ വിനയാവതി ടീച്ചറുടെ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്ത് കൃഷി ചെയ്താലും അത് നന്നായി അതെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് രാജേഷിൻ്റെ കൃഷിയിടത്തിൽ ഒരുപാട് പേര് വന്ന് സ്ഥിരം ഉൽപ്പന്നങ്ങൾ വാങ്ങി പോകാറുമുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായി ഈ കൃഷിയിടം മാറുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഈ തണ്ണിമത്തൻ സാധാരണ അങ്ങനെ അധികം നമ്മുടെ നാട്ടിൽ നന്നായി ഉണ്ടാകാറില്ല. പക്ഷേ രാജേഷ് അത് വളരെ നന്നായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്ത് ഒരുപാട് തണ്ണിമത്തൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, മേഖലാ സെക്രട്ടറി ബാബു പണിക്കവേട്ടിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, മേഖലാ ട്രഷറർ KV പ്രസാദ്, രാജേഷ് അറക്കപ്പറമ്പിൽ, മുൻ വാർഡ് മെമ്പർ സജീഷ് സത്യൻ, TN അജയകുമാർ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ യുവാക്കളും ഇതിലേക്ക് തിരിയുക എന്നുള്ളതാണ് പറയാനുള്ളത്. നല്ല വരുമാനമാണത്. എല്ലാവരും ഇതിലേക്ക് തിരിയുക, നല്ല തൈകളും വിത്തുകളും പിടിച്ച് ഉൽപ്പാദിപ്പിക്കാൻ നോക്കുക. അതാണ് കുറച്ച് മുൻകട ആദ്യം ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങോട്ട് നല്ല ആദായകരാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ SN വിദ്യാഭവൻ 100% വിജയം കൈവരിച്ചു. 164 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിദ്യാർത്ഥികളും തുടർ പഠനത്തിന് യോഗ്യത നേടി. 78 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും 70 വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. അയാൻ സക്കീറാണ് സ്കൂൾ ടോപ്പർ. മാളവിക ജെൻസൺ, ഫാത്തിമത്തുൽ സൂഫിയ എന്നിവർ 2ാം സ്ഥാനം പങ്കിട്ടു. CBSE ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തസ്നീം ഷമീറിന് എല്ലാ വിഷയങ്ങളിലും A1 ലഭിച്ചു. തൃപ്പയാർ കിഴക്കേനട ബോട്ടുകടവ് കർപ്പംവീട്ടിൽ ഷമീറിൻ്റെയും ജസീനയുടെയും മകളാണ്. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് തസ്നീം ഷമീർ. നിരവധി സംഘടനകളും വീട്ടിലെത്തി തസ്നീം ഷമീറിനെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് പദ്ധതി വിശദീകരണം നടത്തി. സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, ജോയിന്റ് BDO സലാഹുദ്ദീൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിലാളികൾക്ക് 450 ബൂട്ടാണ് മൊത്തം കരുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഓരോ പഞ്ചായത്തിൽ വരുമ്പോൾ 74 അല്ലേ, ഇവിടെ 74 ബൂട്ടാക്ക് ഇപ്പോൾ എല്ലാവർക്കും ആവില്ല എന്നറിയാം. ഒരു നമ്മൾ അഡിക്റ്റഡുള്ള ഈ എന്താ പറയുക കാന അതുപോലുള്ള കാട് അതിലൊക്കെ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് ഇനിയും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും ഒപ്പം ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. നിറങ്ങളിലൂടെ ഒരു പ്രകൃതി സംരക്ഷണ സമരം. ശ്രീരാജ് താന്യത്തിന്റെ ചിത്ര പ്രദർശനം താന്യം കറുത്തുള്ളിക്കളരിയിൽ മെയ് അവസാനം വരെ തുടരും. മതിലകത്ത് നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. തളിക്കുളം ICDSൽ നിന്നും വിരമിക്കുന്ന 24 അംഗനവാടി പ്രവർത്തകരെ ആദരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.